ഹായ് ഫ്രണ്ട്സ്, നത്തുൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കുമായിട്ടാണ്. എല്ലാവർക്കും വീട്ടിൽ എളുപ്പം ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അളവ്, അത് ഏതളവിലാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ടീസ്പൂണ്, ഇത് ടേബിൾ സ്പൂണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ്. ഈ 2 സ്പൂണും ഈ സ്റ്റീൽ ഗ്ലാസ്സുമാണ് നമ്മുടെ അളവ് പാത്രങ്ങൾ. കുറച്ച് ഗ്രാമ്പുമാണ്. ഇത്രയും മാത്രം ഇട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലൂടെ കുറച്ചുകൂടി ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിനെ മിക്സിയിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാടൊന്നും പൊടിച്ചൊന്നും പോകണ്ട, ഇച്ചിരി തരിയായിട്ടിരുന്നോട്ടെ. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഉണക്കമുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഉണക്കമുന്തിരിയാണ് ഇതിൻ്റെ കൂടുതൽ നമുക്ക് വേണ്ടുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്കിടാം. ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഒരുപാട് ഇതിടരുത്, ഇട്ട് കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഇനി ഞാൻ എടുക്കുന്നത് പഞ്ചസാരയാണ്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വടിച്ച് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഈ ഒരളവ് മതിയാവും. പഞ്ചസാരയുടെ പകുതി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്താൽ മതിയാവും. 1/2 ഗ്ലാസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതും കൊണ്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു അലുമിനിയം ചീൻചട്ടി എടുത്തിട്ടുണ്ട്. അലുമിനിയത്തിൽ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് റെഡിയായി കിട്ടും. സ്റ്റീലൊക്കെ ആകുമ്പം സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു അലുമിനിയം ചീൻചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ വെള്ളം കൂടി നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ നമുക്കിത് സ്റ്റൗവിൽ വെച്ചൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി വെച്ചിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ്. ബേക്ക് ചെയ്യാൻ മാത്രമേ ഇച്ചിരി സമയം നമുക്ക് വേണ്ടി വരുള്ളൂ. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് വളരെ പെട്ടെന്ന് നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇത്രയും ബ്രൗൺ കളറായി പോരാ, കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറാകണം. എന്നാലേ കേക്കിന് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പം 4 വശത്തുനിന്നും ഇങ്ങനെ തിളച്ച് പൊങ്ങി നടുക്കേക്ക് വരും. നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന അര ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് എല്ലാം കൂടെ ഒന്നും ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചോണം, ദേഹത്തൊന്നും പൊട്ടിത്തെറിച്ച് വീഴാതെ നോക്കിക്കോണം. അതിനാണ് നമ്മൾ കുറച്ചായിട്ട് ഒഴിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പം എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇതിനകത്ത് ഇടാറില്ല. നട്ട്സ് എല്ലാം പിന്നീട് ഞാൻ ഇടാറുള്ളൂ. ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ പൊടിച്ചതില്ലേ, അത് ഒരു നുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ ടേസ്റ്റും മണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റമ്മിൽ സോക്ക് ചെയ്യുന്ന അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് അതിന്. നമ്മൾ കുറേ ദിവസം റമ്മിലിട്ടിരുന്ന ആ ഒരു സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ഫ്രൂട്ട്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമ്പൂ പൊടിച്ചത് ഇപ്പോൾ ഇട്ടത്. ഒരു നുള്ളിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. ഇച്ചിരൂടെ ഒന്ന് വറ്റി വരട്ടെ. ഒരുപാട് അങ്ങ് വറ്റിച്ച് കളയരുത്.
അതിൽ ഒരുപാട് വറ്റിക്കഴിഞ്ഞാൽ ഇതങ്ങ് കട്ടിയായി പോകും. നമുക്ക് കേക്കിനകത്ത് ചേർക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇനി ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരുപാട് ഇട്ടിത് തിളപ്പിക്കേണ്ട. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പാണ്, ഇതങ്ങ് കട്ടിയായി പോകും. നമുക്ക് ഈ ഒരു രീതി മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് വിട്ടിരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. റൂം ടെമ്പറേച്ചറിൽ തണുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സിന് 1 ഗ്ലാസ് വടിച്ച് മൈദയാണ് ഞാൻ എടുക്കുന്നത്. കൂമ്പാരമായിട്ടൊന്നും എടുക്കണ്ട, ഇത്രയും മാത്രം മൈദ എടുക്കുക. ഇതിലേക്ക് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇതും ഈ സ്പൂണിന്, നമ്മുടെ ടീസ്പൂണിന് വടിച്ചെടുക്കുക. 1 സ്പൂണ്, കൂടുതലൊന്നും ആകരുത്. ഇത് നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അടുത്തത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നമ്മൾ 1/4 സ്പൂൺ മാത്രം എടുത്ത് അതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 ആവർത്തിയെങ്കിലും ഇതൊന്ന് തട്ടിയെടുക്കണം. ഇതിപ്പോൾ ഒരു 4 ആവർത്തി ഞാനിത് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലാണ് അടിക്കുന്നത്. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ചടിക്കാം. ഇപ്പം നമ്മളെല്ലാം അളവില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിക്സി എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഇത് തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. വാനില എസൻസ് കൂടെ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടീസ്പൂണില്ലേ, അതിന് 1/2 സ്പൂൺ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 15 സെക്കൻഡ് നമുക്ക് ഹൈയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചത് മൊത്തം ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് അതെല്ലാം ഒന്ന് നമുക്ക് തട്ടിക്കൊടുക്കാം. ഇത് നമുക്ക് 15 സെക്കൻഡ് ഹൈയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാരയും ഞാൻ നല്ലപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർക്കേണ്ടവർക്ക് ബട്ടർ ചേർക്കാം. അത് ഉരുക്കി തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി ഇട്ട് പതപ്പിച്ച് കൊണ്ടുവരാം. ഈ അടിച്ചെടുത്ത കൂട്ടിനെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലേ ഗ്രാമ്പൂ, ഒരു 3/4 ടീസ്പൂണാണ്. 3/4 ടീസ്പൂൺ ഗ്രാമ്പൂ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദയില്ലേ, അത് നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചൊരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഒരു 3 പാർട്ടായിട്ട് നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കൈയോളം ഡ്രൈ നട്ട്സ് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ഇടാൻ പറ്റത്തില്ല, നമുക്കിതൊന്ന് കുത്തി പൊട്ടിച്ചിടാം. കാര്യം ഇടയ്ക്കിടയ്ക്ക് കടിക്കണം. ആ രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ലാസ്റ്റത്തെ പൊടി ഇടുന്നതിന് മുമ്പേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ഇതിനകത്തിടാം. ഇതിനകത്തൊന്ന് തട്ടിക്കൊടുക്കാം. കാര്യം നട്ട്സ് ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് അടിയിൽ പോവും. അത് വരാതിരിക്കാനാണ് ഈ ഒരു രീതിയിലൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഇടാമെന്നുണ്ടെങ്കിൽ നട്ട്സ് എല്ലായിടും ഒരേപോലെ സ്പ്രെഡായി കിടക്കും. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇതിലൊരു 2.5 സ്പൂൺ ഇത് നമുക്കിടാം. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതിടുമ്പം കേക്കിനൊരു പ്രത്യേക ഫ്ലേവറാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ കൂട്ടെല്ലാം നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്, സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതി വേണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി നമ്മൾ എടുക്കുന്നത് ബേക്ക് ചെയ്യാനുള്ള ട്രേ ആണ്. ഇത് അലൂമിനിയം ട്രേ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ട്രേ വേണമെങ്കിലും എടുക്കാം. നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒഴിച്ചതിൻ്റെ ബാക്കി ഓയിൽ ഇതിനകത്തുള്ളതൊന്ന് തൂത്ത് കൊടുത്താൽ മതി. പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും നമുക്കിതൊന്ന് തൂത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൈദയിൽ കുറച്ച് നമുക്കിതിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും ഇത് പറ്റത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് അതേ ഫീൽ തന്നെ കിട്ടും. അധികമുള്ള പൊടി നന്നായിട്ട് തട്ടിക്കളയാൻ മറക്കരുത്. കാര്യം ഇതല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കേക്കിലെല്ലാം ഇത് വെളുത്ത് പറ്റിപ്പിടിച്ചിരിക്കും. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ബാറ്റർ ഒഴിക്കുമ്പോൾ പാത്രത്തിൻ്റെ പകുതി വരെ ആകാവുള്ളൂ, ഫുൾ ഒഴിക്കരുത്. ഒരു പച്ചീർക്കിലയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് എയർ ബബിൾസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ചു കൊടുക്കാം, കാണാനൊരു ഭംഗി വരും. ഇവിടെ ഞാൻ ഓവനായിട്ടൊരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബാറ്ററിനെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റ് വരെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാം. 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചതാണ്. നമുക്കൊരു പച്ചീർക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ടൂത്ത് പിക്ക് ആയാലും മതി. നമുക്കൊന്ന് കുത്തി നോക്കാം. നോക്കിട്ട് ഒരു കുഴപ്പമില്ല. കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെന്തില്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൂടെ വെക്കാം. പക്ഷേ എൻ്റെ കേക്ക് കറക്റ്റ് റെഡി ആയിട്ടുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. കളറൊക്കെ നല്ല കളറ്, നല്ല ഫ്ലേവർ, വീട് മുഴുക്ക നല്ല മണം. എനിക്ക് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാതെ അത്ര നല്ല മണം വീട് മുഴുക്കയായിട്ടുണ്ട്. നല്ല കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് നമുക്കിതിനെ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ഈ ഗാസ്കറ്റ് ഇടും, ഈ വെയിറ്റും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇടുന്നതിനൊരു ടൈമിംഗ് ഉണ്ട്. ഇത് ഗാസ്കറ്റ് ഞാൻ ആദ്യത്തെ 15 മിനിറ്റ് ഗാസ്കറ്റിൽ തന്നെ ഞാനിത് കുക്ക് ചെയ്യും. 15 മിനിറ്റ് കഴിയുമ്പം ഈ ഗാസ്കറ്റ് ഞാൻ എടുത്തു മാറ്റി തണുക്കാൻ വയ്ക്കും. തണുക്കാൻ വെച്ചിട്ട് വീണ്ടും 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെടുത്ത് വീണ്ടും ഇടും. അങ്ങനെ 15 മിനിറ്റ് എടുക്കുകയും ഇടുകയും ചെയ്തിട്ടാണ് ഈ കേക്ക് ഞാൻ ഇത്ര നന്നായിട്ട് പൊങ്ങി വന്നത്. അപ്പം നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കണം. വെയിറ്റ് അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി, വെയിറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മളുണ്ടാക്കിയെടുത്ത കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പ്ലേറ്റ് അതിലേക്ക് കമത്തി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് തിരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ സോഫ്റ്റ് എന്ന് നോക്ക്. നല്ല മണവും നല്ല രുചി. ഞാൻ ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കട്ടെ. വെരി ടേസ്റ്റി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.